അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കി മൂലമറ്റം പവർ ഹൌസ് ഒരു മാസത്തേക്ക് അടയ്ക്കുന്നു. അടുത്ത മാസം 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പവർ ഹൌസ് അടയ്ക്കുന്നതോടെ ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ആഷിഖ് ചേരുന്നു. ആഷിഖ്, മൂലമറ്റം അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് ഇടുക്കിയിലെ മൂലമറ്റം പവർ ഹൌസ്. ഇടുക്കി ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ. ഇതിന്റെ പ്രവർത്തനം, പവർ ഹൌസിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർണ്ണമായും ഷട്ട് ഡൌൺ ചെയ്തുകൊണ്ട് ഒരു അറ്റകുറ്റപ്പണികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. നിരവധി തവണ ഇതിനുവേണ്ടി പവർ ഹൌസ് അധികൃതർ സർക്കാരിനോടും മറ്റ് സംവിധാനങ്ങളോടും അപേക്ഷ വെച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പല ഘട്ടങ്ങളിലായി നിരസിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ അനുമതികളോടും കൂടി ഈ നവംബർ 11 പവർ ഹൌസ് പൂർണ്ണമായും ഷട്ട് ഡൌൺ ചെയ്യും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പവർ ഹൌസ് അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതേസമയം ഏതാണ്ട് ദിവസം 600 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉൽപാദനത്തിൽ കുറവുണ്ടാകുമെന്നാണ് KCB ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തെ സാരമായി തന്നെ ബാധിച്ചേക്കും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം ഇടുക്കി ഡാമിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിന്റെ അളവിൽ കുറവുണ്ടാകും. ശക്തമായ മഴ കൂടിയുള്ളതിനാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇടുക്കി ഡാമിൽ നിന്ന് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം തുറന്നുവിടുന്ന തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പ് താഴാനും സാധ്യതയുണ്ട്. അങ്ങനെ മധ്യ കേരളത്തിൽ സമൂലമായി, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയും പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മൂലമറ്റം പവർ ഹൌസ് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് KCB കൈക്കൊണ്ടിട്ടുള്ളത്. ഏതാണ്ട് ഒരു മാസത്തോളമാണ് ഈ അറ്റകുറ്റപ്പണി നീണ്ടുപോവുക എന്നാണ് KCB പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോയാൽ ഒരുപക്ഷെ വലിയ പ്രതിസന്ധി വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായേക്കാം. തന്നെയാണ്. ശരി ആഷിഖ്.